നാടൻ ഊണുകടയിലെ കറി 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തെക്കാൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഉച്ചയ്ക്ക് ഊണിന് വിളമ്പുന്ന ഒഴിച്ചു കറി, അതുപോലെ ഒരു കറിയാണ് ഇന്ന് നമ്മുടെ ചാനലിൽ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. ഈ കറിയിൽ 3 പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ഒന്ന് നമ്മുടെ നാടൻ വെള്ളരിക്ക, രണ്ടാമത്തത് പച്ചമാങ്ങ, മൂന്നാമത്തത് ചെറുപയർ. ഈ നേരിട്ട് ചെറുപയർ എടുക്കുന്നതിന് പകരം ഞാൻ മറ്റൊരു കാര്യം ചെയ്യാറുണ്ട്. നമ്മൾ രാവിലെ പുട്ടിനും മറ്റെന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ചെറുപയർ കറി വെച്ച് കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് ഓവറായിട്ട് ബാക്കി വരുന്ന ആ ചെറുപയർ ഈ കറിയിലേക്ക് എടുക്കും. മിക്കവാറും ചെറുപയർ കറി വെക്കുന്ന ദിവസം ഉച്ചയ്ക്ക് വെള്ളരിയും മാങ്ങയും ഉണ്ടെങ്കിൽ ഇതുപോലൊരു കറിയാണ് വീട്ടിൽ വയ്ക്കാറ്. ഇനി അല്ല ചെറുപയറായിട്ട് തന്നെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ചെറുപയർ നല്ലോണം വേവിച്ച് ഉടച്ചു വയ്ക്കണം. ഇതപ്പം ഞാൻ വെള്ളരിക്കയും മാങ്ങയും ക്ലീൻ ചെയ്ത് 1 ഇഞ്ച് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 പച്ചമുളക്. ഞാൻ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ളതാണ്. പിന്നെ വേണ്ടത് വലിയുള്ളി കനം കുറച്ച് അരിഞ്ഞത്. അത് പൊടിയായി അരിഞ്ഞതോ അല്ലെങ്കിൽ കനം കുറച്ച് അരിഞ്ഞതോ ആവാട്ടോ. ഇനി നമുക്ക് കുക്കിങ്ങിന് വേണ്ട പ്രിപ്പറേഷൻ ചെയ്യാം. ആദ്യം പാത്രത്തിലേക്ക് ഞാൻ വെള്ളരിയും മാങ്ങയും ചേർക്കുകയാണ്. അതിൻ്റെ പുറകെ തന്നെ വലിയുള്ളിയും പിന്നെ പച്ചമുളക്, ചെറുപയറും ചേർക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയ ചെറുപയർ കറിയിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ഇവിടെ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ പാകത്തിന് ഉപ്പ് ചേർക്കുക കേട്ടോ. കുറച്ച് മഞ്ഞൾ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയ ചെറുപയറിൽ മഞ്ഞളും മുളക് പൊടിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇനി കറിയുടെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ഞാനിവിടെ 400 ml വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ എങ്ങനെ ആവശ്യമോ അത്രയും കൺസിസ്റ്റൻസിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കുക. നന്നായി ഉടച്ച് ചേർത്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇനി ഇതൊരു 8 മുതൽ 10 മിനിറ്റ് വരെ വേവിക്കണം. അപ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് വേണ്ട തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. തേങ്ങ അരപ്പിലേക്ക് ഞാൻ ഒരു 100 ഗ്രാമോളം ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു അല്ലി വെളുത്തുള്ളിയും കൂടെ. ഇത്രയും നല്ലോണം മയത്തിൽ അരച്ചെടുക്കണം. ഇതുപോലെ. ഇനി ഇതിലേക്ക് താളിക്കാൻ വേണ്ടത് എന്തൊക്കെയാന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറി തുറന്ന് നോക്കണ്ടേ. നമ്മുടെ കറികളിലെ വെള്ളരിക്കേൻ്റെ ഭാഗം നോക്കിയാലും മനസ്സിലാവും. ഏകദേശം ഒരു ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കെടുക്കാം. അല്ലെങ്കിൽ നല്ലോണം വേവിക്കണമെന്നുണ്ട്, അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഞാനൊരു 1/4 ഭാഗം വേവാകുമ്പോഴത്തേക്കും എടുക്കുകയാണ്. ബാക്കി കറി ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും അതും കൂടെ വെന്തോളും. കറിയിൽ ചെറുപയറുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടുക്കി പിടിക്കാതെ. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വെള്ളവും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം, കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി.
വീഡിയോയുടെ തുടക്കത്തിൽ നല്ല നോയ്സ് ഉണ്ടായിരുന്നു, സോറി കേട്ടോ. വർക്ക് നടക്കുന്നുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ. കുറച്ച് ഫ്രഷ് ആയിട്ട് കറി ലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അടിയിൽ നിന്ന് ചെറുതായിട്ട് ബബിൾസ് വരുന്നവരെ കാത്തിരിക്കുക. എന്നിട്ട് അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. ഇതപ്പോൾ അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാൻ തുടങ്ങാം. താളിക്കാൻ വേണ്ടി ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുക. കടുകും ഉലുവയും പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ 2 പച്ചമുളക് എടുത്ത് വെച്ചതിൽ 1 കറിയിൽ ചേർത്തു. ബാക്കിയുള്ള ഒരു പച്ചമുളകും കൂടെ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് കറിയുടെ രുചിയും മണവും ഒന്ന് എലിവേറ്റ് ചെയ്യാൻ സഹായിക്കും. കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കറിക്ക് കുറച്ച് നിറം കുറവാണെന്ന് തോന്നിയതുകൊണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. തീ ഓഫാക്കിയിട്ട് വേണം കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇത് നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തീർന്നിട്ടില്ല, ഒരു സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട്. അതേ പാൻ അടുപ്പത്തേക്ക് വീണ്ടും വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. തീ ഓഫാക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുന്നത് കൊണ്ട് കറിക്ക് നല്ലൊരു കളറും നല്ലൊരു മണവും കിട്ടും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ലവ് യു ഓൾ.